ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാൻ അടിച്ചു മാറ്റിയൊരു പോസ്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയാൻ പോണത്. ഈ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് ഉള്ള ഓസ്ട്രേലിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ, ഒരു FB ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ യാദൃശ്ചികമായിട്ട് കാണാനിടയായതാണ്. ആക്ച്വലി ഈ പോസ്റ്റ് ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ തിരക്കുകളൊക്കെ കാരണം എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഈ പോസ്റ്റിന്റെ ഓണർ ഈ ഒരു വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ഐ എം സോറി, ഞാൻ നിങ്ങളുടെ പോസ്റ്റ് ഒന്ന് എടുത്ത് വീഡിയോ ആക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം നിങ്ങൾ വളരെ എന്താ പറയാ ഹൃദയസ്പർശിയായിട്ട് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അപ്പൊ പുതിയതായിട്ട് വരുന്നവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുറച്ച് അനുഭവങ്ങൾ അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കാണുന്ന കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യുക വഴിയായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം അതിനെ പറ്റിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പിന്നെ ഞാൻ പറയാണ്, ഈ പോസ്റ്റ് ഇട്ട ആളുകൾ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെർമിഷൻ ഒക്കെ ചോദിക്കാത്തതിൽ സോറി. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പൊ ആ പോസ്റ്റ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വായിക്കാം. ഞാൻ അത് നോക്കി വായിക്കാനാണ് പോണത് കേട്ടോ. അതെ, അവരുടെ ആ വേർഡ്സ് തന്നെ നിങ്ങൾ കേൾക്കണം. അപ്പോഴാണ് അത് അത്രയും നമ്മളുടെ മനസ്സിൽ തട്ടുക. അപ്പൊ ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 2024 ഒക്ടോബറിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ഞാനത് റീസെന്റ് ആയിട്ടാണ് കണ്ടത് കേട്ടോ. യാദൃശ്ചികമായിട്ട് ഞാൻ വേറൊരു കാര്യം സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കാണാനായിട്ട് ഇടയായതാണ്. അപ്പൊ നമുക്ക് നേരെ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ അതുപോലെ തന്നെയാണ് റീഡ് ചെയ്യുന്നത്. കുറച്ച് സമയം എടുക്കും, പക്ഷെ നിങ്ങൾ ക്ഷമയോടുകൂടെ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഉറപ്പായിട്ടും എന്നെ കാണുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനൊരു അവസ്ഥ വരുവാണ് അല്ലെങ്കിൽ ഫേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ വണ്ടടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ നേരെ നമുക്ക് ആ പോസ്റ്റിലേക്ക് പോവാം. അവരുടെ അനുഭവമാണ് കേട്ടോ. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പോസിറ്റീവ് വൈബും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും പതിവായി ഒരു പണി വരാറുണ്ട്. 30/8/2024, അതായത് ഓഗസ്റ്റ് 30 ഭാര്യ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ, ഇതൊരു ഹസ്ബൻഡാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ഒരു ചെറിയ പുറംവേദനയുണ്ട്. വൈഫ് നഴ്സാണെന്നാണ് എനിക്ക് ഇതിന് മനസ്സിലായിരിക്കുന്നത്. പേഷ്യന്റിനെ ലിഫ്റ്റ് ചെയ്തപ്പോൾ പറ്റിയതാണ്. ജോയിൻ ചെയ്തിട്ട് 2.5 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് സിക്ക് ലീവ് ഒന്നും ആയിട്ടില്ല. അതുമാത്രമല്ല, ചെറിയ വേദന ആയതിനാൽ ആക്കിയതുമില്ല. ഒരു 10 ദിവസം കഴിഞ്ഞ് സഹിക്കാൻ പറ്റാത്ത തലവേദനയായി മാറി. കൂടാതെ വോമിറ്റിംഗ്, ബാക്ക് പെയിൻ എല്ലാം കൂടെ ഒന്ന് എണീറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. എമർജൻസിയിൽ പോയി മൈഗ്രെയിൻ ആണെന്ന് വിധി എഴുതി. തലവേദന ഉണ്ടല്ലോ. കുറച്ച് പെയിൻ കില്ലർ തന്നുവിട്ടു. ഒരു മാറ്റവുമില്ല. അവള് അവശയായി തുടങ്ങി. വീണ്ടും ന്യൂറോളജിക്ക് റെഫർ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവര് സമ്മതിച്ചിട്ടില്ല. വീണ്ടും പെയിൻ കില്ലർ. ഭാര്യ ഒന്ന് തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. മോൾക്ക് 1.5 വയസ്സ്, മോന് 5 വയസ്സ്. കുഞ്ഞു കുട്ടികളുമാണ്. എല്ലാത്തിനെയും പെറുക്കി കൂട്ടി 4 ദിവസമായി എമർജൻസിയിൽ പോയി കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇത്തവണ രണ്ടും കൽപ്പിച്ച് നേരെ അർമിഡൽ, ഇവര് ന്യൂ സൗത്ത് വെയിൽസിലാണുള്ളത്. അപ്പം അവിടെ അടുത്തുള്ള ഒരു സിറ്റിയിലെ ഹോസ്പിറ്റലിൽ പോയി. വൈഫിന്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ ഡ്യൂട്ടി ഡോക്ടർ അഡ്മിറ്റ് ആക്കി ഡീറ്റെയിൽഡ് MRI സ്കാനിങ്ങിന് റിക്വസ്റ്റ് ചെയ്തു. പാലുകൂടി മാറാത്ത മോളെയും മോനെയും കൊണ്ട് അന്താളിച്ച് നിൽപ്പാണ് ഞാൻ. കഷ്ടമുണ്ടല്ലേ. വേദന കൊണ്ട് നിലവിളിക്കുന്ന ഭാര്യയും മുലപ്പാല് പോലും കിട്ടാതെ കരയുന്ന കൊച്ചും എന്താ സംഭവം എന്നറിയാതെ എട്ടും പൊട്ടും തിരിയാത്ത മോനും, ഇതിനൊക്കെ ഇടയിൽപ്പെട്ട് കാറ്റുപോയ ഞാനും. കഷ്ടം. MRI സ്കാൻ റിസൾട്ട് വന്നു. ലാർജ് ലീക്കേജ് ഓഫ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവം. തലച്ചോറിൽ ബ്രെയിൻ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഫ്ലൂയിഡ് ലീക്കായി ബ്രെയിൻ വന്ന് സ്കള്ളിൽ തട്ടുമ്പോഴാണ് അത്ര വേദന. നമുക്കറിയാം CSF ലീക്കായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. ഡോക്ടർ നേരെ ജോൺ ഹണ്ടർ ന്യൂകാസിലേക്ക് റെഫർ ചെയ്തു. അത് ന്യൂകാസിലുള്ള ഒരു വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. എയർ ആംബുലൻസും ബുക്ക് ചെയ്തു. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. 8 ദിവസം ആ പറഞ്ഞ സിറ്റി ഹോസ്പിറ്റലിൽ തന്നെ ബെഡ് റെസ്റ്റ് പറഞ്ഞ് കിടത്തി. രാത്രി 8 മണി കഴിഞ്ഞ് കൊച്ചുങ്ങളെയും കൊണ്ട് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്കും, അതായത് ന്യൂ സൗത്ത് വെയിൽസിൽ ഒരു റൂറൽ ഏരിയയിലാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് സിറ്റിയിലാണ് ഹോസ്പിറ്റൽ. 2 മണിക്കൂർ ഡ്രൈവ്. അപ്പൊ രാത്രി കുട്ടികളെയും ഡ്രൈവ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകും. രാവിലെ തിരിച്ച്. ഉറക്കവും കങ്കാരുക്കളെയും കൊണ്ട് പേടിച്ചുള്ള യാത്ര. ഒരു ദിവസം 2 മണിക്കൂർ ഉറക്കവും 4 മണിക്കൂർ ഡ്രൈവും എല്ലാ പണിയും കഴിഞ്ഞ് പാല് കിട്ടാത്ത കൊച്ചിനെയും കൊണ്ടുള്ള ഉറക്കം ഒരു കണക്കായിരുന്നു. കാപ്പിയിൽ നിൽക്കാതായപ്പോൾ ഒരു ലോഡ് എനർജി ഡ്രിങ്കിൽ ശരണം പ്രാപിക്കേണ്ട വന്നു ഉറങ്ങാതെ വണ്ടി ഓടിക്കാൻ. 1.5 ആഴ്ച കഴിഞ്ഞ് ജോൺ ഹണ്ടറിൽ നിന്ന് വിളി വരാതായപ്പോൾ തന്നെ റെഡി ആയിക്കോളും എന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ടു. നാട്ടിൽ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബെഡ് റെസ്റ്റ് തന്നെയാണ് ബെസ്റ്റ്, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ റെക്കമെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് റെസ്റ്റ് തുടങ്ങിയപ്പോൾ ഇൻഷുറൻസുകാർ വർക്ക് ഇഞ്ചുറി ക്ലെയിം റിജക്ട് ചെയ്തു മെയിൽ വന്നേക്കുന്നു. സാലറി ഇല്ലാത്ത ഒരാൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൽ, മറ്റേയാൾ കൊച്ചുങ്ങളെയും അവളെയും നോക്കി വീട്ടിലും. മുൻപേ പറഞ്ഞ പോലെ വീണുപോയി. എന്നിരുന്നാലും വേറെ ആരുമില്ല ബാറ്റൻ കൈമാറാൻ. എണീറ്റ് ഓടി തന്നെ തീർക്കണം. 1 മാസം പിടിച്ചു നിന്നു. പിന്നെ നൈറ്റ് ഷിഫ്റ്റ്, മോളുടെ നാപ്പ് ടൈം, ഇതെല്ലാം നോക്കി ഷിഫ്റ്റിന് പോയി തുടങ്ങി. വണ്ടി ഓടിക്കണം.
ഇതല്ല, ഇതിലപ്പുറവും ചാടിക്കടക്കും ഈ കെ ജോസഫ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. വൈഫ് നഴ്സസ് യൂണിയനിൽ മെമ്പർ ആയിരുന്നില്ല. ഇൻകം പ്രൊട്ടക്ഷൻ ബേസിക് ആയിരുന്നു. $1200 പെർ മന്ത് കിട്ടുമോ എന്ന് കണ്ടറിയണം. ഇൻഷുറൻസുമായിട്ടുള്ള യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് 2024 പോസ്റ്റാണ്. ഞാൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ചെറിയ പുറംവേദനയുണ്ട്, എന്നാലും സുഖമായി വരുന്നു, താങ്ക് ഗോഡ്. അപ്പം ഇതാണ് ഈ ഒരു പോസ്റ്റിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് ഞാൻ ആക്ച്വലി ഇത് ആദ്യം ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം, എന്താ പറയാ, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ്. ഇതിൽ പ്രത്യേകിച്ച് ഇവര് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അതായത് ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പുള്ളിക്ക് അതൊക്കെ തരണം ചെയ്ത് മുന്നിലേക്ക് വൈഫിനെ കെയർ ചെയ്ത് പോകാനായിട്ടുള്ള ആ ഒരു കറേജ് ഉണ്ടായിരുന്നു. പക്ഷെ പലർക്കും ഇത് ഉണ്ടായിക്കോണമെന്നില്ല. നമ്മളുടെ ഫാമിലീസിൽ മെയിൻ ഒരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ വൈഫ് അല്ലെങ്കിൽ ഭാര്യമാര് തന്നെ, അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെയായിരിക്കും. അപ്പം ആ സ്ത്രീകള് പ്രത്യേകിച്ച് ഇതുപോലെ നമ്മുടെ ഫാമിലീസിനൊക്കെ വിട്ടിട്ട് ഇതുപോലുള്ള നാട്ടിൽ വന്നു കഴിയുമ്പോൾ സ്ത്രീകൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബം തന്നെ ഇല്ലാതായി പോകാനായിട്ട് ഇത് മാത്രം മതി. കാരണം ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത്രയും സ്ട്രഗിൾസ് ഒക്കെ തരണം ചെയ്ത് പിള്ളേരെ നോക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി ആണുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇവിടെ എന്തോ നല്ല ഇപ്പൊ അവര് സുഖം പ്രാപിച്ചു വരുന്നു. ഇപ്പൊ ഒരുപക്ഷെ അവര് ഓക്കെ ആയിട്ടുണ്ടാവും, അറിയില്ല, ഞാൻ കോൺടാക്ട് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം ഈ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതിലേക്ക് നമുക്ക് നേരെ പോവാം. നമുക്ക് വർക്ക് പ്ലേസിൽ ഇഞ്ചുറി സംഭവിക്കുക എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പൊ നമ്മൾ പേഷ്യൻസിനുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടി 7 months പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം നിലത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആള് ബാക്ടീരിയസ് മറ്റേ നമ്മൾ മുറിവൊക്കെ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ആ സാധനം ഉണ്ടല്ലോ, അതിന്റെ ഒരു കവർ, അത് ഭയങ്കര സ്ലിപ്പറി ആയി, മറ്റേ പാരഫിനൊക്കെ പോലെയുള്ള പാരഫിൻ ഗോസ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സാധനം, അത് നിലത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചവിട്ടിയിട്ട് ആള് നടുവടിച്ച് വീണു. എത്ര മാസം, 7 months എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, പക്ഷെ ഏകദേശം അത്രയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്ലീഡിങ് ആയി, ആ കുഞ്ഞിനെ കിട്ടിയില്ല. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും ഒരു പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ നമുക്ക് പോയത് പോയി. അപ്പം ഇതുപോലെ നമുക്ക് പല രീതിയിൽ ഇപ്പൊ നമ്മൾ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെയൊക്കെ എടുക്കുന്നു, നമ്മൾ എത്രയൊക്കെ ബോഡി മെക്കാനിക്സ് യൂസ് ചെയ്തു അല്ലെങ്കിൽ അതുപോലെയുള്ള മെഷീനറീസ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മളുടെ ബാക്ക് നമ്മൾ നിരന്തരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇഞ്ചുറീസ് വേണേലും വരാം. അതിപ്പോ നഴ്സുമാർക്ക് മാത്രമല്ല, ഏതൊരു ജോലി ചെയ്യുന്നവർക്കായാലും ഇങ്ങനെയുള്ള നമ്മളുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇഞ്ചുറീസ് നമുക്ക് വരിക എന്നുള്ളത് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രിവെന്റ് ചെയ്യാനും പറ്റില്ല. നമ്മൾ എത്രയൊക്കെ കെയർ ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് വന്നു പോയി കഴിഞ്ഞാൽ വന്നു. അപ്പം ഇവിടെ ഇവര് ചെയ്തൊരു തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ബാക്ക് പെയിൻ തോന്നിയ ആ ഒരു സമയത്ത് തന്നെ ഒരു ഡ്യൂട്ടിയിലായിരുന്നു. കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പൊ ഇത് ആ വർക്ക് പ്ലേസിൽ നടന്ന ഒരു സംഭവമാണ്, പേഷ്യന്റിനെ ലിഫ്റ്റ് ചെയ്ത സമയത്ത്. അപ്പൊ 2.5 മാസം ആയിട്ടുള്ളൂ വന്നപ്പോൾ, സിക്ക് ലീവ് അധികം ആയിട്ടില്ല, അതുകൊണ്ട് കണ്ടിന്യൂ ഡ്യൂട്ടി ചെയ്തു തുടങ്ങി. അതായത് സിക്ക് ലീവ് നമുക്കില്ല, നമുക്കറിയാം UK-ലൊക്കെ ഉള്ള പോലെ ഇഷ്ടംപോലെ സിക്ക് ലീവ് എടുത്തിട്ട് നമുക്ക് ഇവിടെ വീട്ടിലിരിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഇങ്ങനെ എണ്ണിച്ചുട്ട അപ്പം പോലെ കുറച്ച് ലീവുകളൊക്കെ ഉള്ളൂ. അതും നമുക്കിങ്ങനെ അക്യുമുലേറ്റ് ആയി വരുന്നതാണ്. നമ്മൾ ഇത്ര ദിവസം ഡ്യൂട്ടി ചെയ്യുമ്പോഴാണ് നമുക്ക് സിക്ക് ലീവ്സും ആനുവൽ ലീവ്സും ഒക്കെ കയറി വരുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ പിറ്റേ ദിവസം വീണ്ടും ഡ്യൂട്ടിക്ക് പോകും. നമ്മളുടെ വേദനകളൊക്കെ നമ്മൾ മാറ്റിവെക്കും. പ്രത്യേകിച്ച് നമ്മൾ സെറ്റിൽ ആയിട്ടില്ല, വന്നതേ ഉള്ളൂ, സിക്ക് ലീവ് ഇല്ല, ഇങ്ങനത്തെയൊക്കെ അവസ്ഥകൾ വെച്ചിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് തിരിച്ചു കയറും. അപ്പം വീണ്ടും ആ ഒരു സംഭവം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കില്ല, അല്ലെങ്കിൽ ഡോക്ടറെ കാണില്ല, ഇതിനു വേണ്ടിയിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ഇത് വേഴ്സ് ആവും. അതാണ് ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അവസാനം ഇതെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ വർക്ക് ഇഞ്ചുറി ക്ലെയിം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരത് റിജക്റ്റ് ആവും. കാരണം നമ്മളിത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണ് നമുക്ക് വർക്കേഴ്സ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ വർക്ക് ഇഞ്ചുറി ക്ലെയിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇപ്പൊ ഞാൻ എന്താ പറയണെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പക്ഷെ ഇത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്ത് സംഭവിച്ചാലും, അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു വേദന ആയിക്കോട്ടെ, ജസ്റ്റ് ഒരു മുട്ടയിടറി അല്ലെങ്കിൽ കാല് ഒന്ന് ട്വിസ്റ്റ് ആയി നമുക്ക് അങ്ങനെ കാല് ഉളുക്കുകയൊക്കെ ചെയ്യുമല്ലോ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ റിപ്പോർട്ട് ചെയ്യുക അപ്പൊ തന്നെ നമ്മളുടെ ടീം ലീഡറോ അല്ലെങ്കിൽ നമ്മളുടെ സൂപ്പർവൈസർ, ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആരാണോ അവരുടെ അടുത്തത് കാര്യം പറയുക, എനിക്ക് ഇങ്ങനെ സംഭവിച്ചു. എന്നിട്ട് നമുക്ക് സിക്ക് ലീവ് വേണമെങ്കിൽ സിക്ക് ലീവ് എടുത്തിട്ട് ഇരിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ടു വർക്ക്. പക്ഷെ ഇത് റെക്കോർഡിക്കലാക്കിയിരിക്കണം. കാരണം പിന്നീട് ഭാവിയിൽ ഇപ്പൊ ഇവിടെ സംഭവിച്ച പോലെ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അന്നേരം
ഈ വർക്ക് ഇഞ്ചുറി ക്ലെയിം റിജക്റ്റ് ആവാണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ വർക്കേഴ്സ് കോമ്പൻസേഷൻ എന്താണുള്ളത്. ഞാനിത് പുതിയതായിട്ട് വരുന്നവർക്കാണ് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഞാൻ ഇത് ഒരു ലീഗൽ അഡ്വൈസറോ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളോ ഒന്നുമല്ല, ഒരു സാധാരണ നേഴ്സാണ്. പക്ഷെ ഇവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തെറ്റുകൾ ഉണ്ടാവാം. നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നവർ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യാം, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഈ വർക്കേഴ്സ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു കൈൻഡ് ഓഫ് ഇൻഷുറൻസ് ആണ്. അതായത് നമ്മൾ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇതുപോലുള്ള ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇഞ്ചുറീസ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ലീവും നമ്മളുടെ സാലറി എല്ലാം ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് തന്നെയാണ്. അത് നമ്മുടെ എംപ്ലോയർ വെക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു തേർഡ് പാർട്ടി കമ്പനിയാണ്. അതിപ്പം ഓരോ സ്റ്റേറ്റിലും വ്യത്യാസം ഉണ്ടാവും, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ബേസിക്കലി ഇത് എല്ലാവർക്കും ഈ വർക്കേഴ്സ് കോമ്പൻസേഷൻ നമ്മൾ എലിജിബിൾ ആണ്, നമുക്ക് കിട്ടണം. അത് നമ്മളുടെ ഒരു റൈറ്റ് ആണ്. അതായത് എല്ലാ എംപ്ലോയീസിനും വർക്കേഴ്സ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു റൈറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾക്ക് ഇത് റിജക്റ്റ് ആവണം എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടൈമിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ. അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ പറഞ്ഞപ്പോൾ അവർക്ക് ആ ബാക്ക് പെയിൻ തോന്നിയ സമയത്ത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് തലവേദനയും ബാക്ക് പെയിനും ഒക്കെ കൂടിയപ്പോഴാണ് ഇവർ ഡോക്ടറെ അടുത്ത് പോയി ഇങ്ങനെ എനിക്ക് അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് പിന്നീട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നമ്മളുടെ ക്ലെയിം അപ്രൂവ് ആയി വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും. അത് റിജക്റ്റ് ആവാനാണ് കൂടുതൽ ചാൻസും വരിക. നേരെ മറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടെ നമുക്ക് എവിഡന്റ് ആണ്. അതായത് ഇപ്പോഴാണ് ഇത് സംഭവിച്ചത്, അങ്ങനെ ഒരു റെക്കോർഡിക്കൽ ഇവന്റ് അവിടെ റെക്കോർഡിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. അപ്പം വർക്കേഴ്സ് കോമ്പൻസേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ വർക്കേഴ്സ് കോമ്പൻസേഷനിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഒരുപാടുണ്ട്. ഭയങ്കര വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ ആസ് എ നേഴ്സ് എനിക്കറിയണ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓസ്ട്രേലിയ, ഞങ്ങൾക്ക് ഇവിടെ ഇയർലി എന്തോ 18, 16, 15 അത്രയും സിക്ക് ലീവ്സേ ഉള്ളൂ ഒരു വർഷത്തിൽ. അപ്പൊ നമ്മൾ വർക്കേഴ്സ് കോമ്പൻസേഷൻ നമ്മളുടെ അപ്രൂവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സിക്ക് ലീവ് എടുത്തിട്ടുണ്ടെങ്കിലും അത് പെയ്ഡ് ആയിരിക്കും. അത് സിക്ക് ലീവ് ആയിട്ട് കൂട്ടുന്നില്ല, അല്ലെങ്കിൽ ആനുവൽ ലീവ് ആയിട്ട് കൂട്ടുന്നില്ല. ഇത് അപ്രൂവ് ആയി വന്നു കഴിയുമ്പോൾ കേട്ടോ. അതല്ല ഇപ്പൊ നമ്മളുടെ ക്ലെയിം അപ്രൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആനുവൽ ലീവ് അല്ലെങ്കിൽ നമ്മുടെ സിക്ക് ലീവിൽ തന്നെ ഡിഡക്റ്റ് ആയിക്കൊണ്ടിരിക്കും. വൺസ് നമ്മളുടെ ക്ലെയിം അപ്രൂവ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ലീവ് എല്ലാം ബാക്കപ്പ് ആയിട്ട് കിട്ടും. നമ്മൾ എത്ര സിക്ക് ലീവ് എടുത്തിരുന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്കത് പെയ്ഡ് ആയിരിക്കും. പിന്നെ ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ വർക്കേഴ്സ് കോമ്പൻസേഷൻ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 95% ഓഫ് നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങളുടെ ഫോർട്ട് നൈറ്റ്ലി പേയ്മെന്റ് 95% നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ എത്ര വർക്ക് ചെയ്തു എന്നുള്ളതിന്റെ അവർ ആവറേജ് കണക്ക് കൂട്ടിയിട്ടാണ്. അതായത് ഇപ്പൊ നമ്മളൊരു 1 ഇയർ നമ്മളുടെ എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്തു, അതിനകത്ത് നമ്മൾ കുറെ ഓവർ ടൈമും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിന്റെ ഒരു പെർ ഡേ അല്ലെങ്കിൽ പെർ വീക്ക് എന്നുള്ള അവേഴ്സ് എടുത്തിട്ടാണ് അവർ നമുക്ക് ഈ സാലറി കണക്കൂട്ടി തരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ 1 ഇയർ വർക്ക് ചെയ്തു, അതിനകത്ത് നമ്മൾ കുറെ ഓവർ ടൈമും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പെർ വീക്ക് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 38ന്റെ മുകളിൽ പോകാനുള്ള ചാൻസും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഓവർ ടൈം ഒന്നും ചെയ്യുന്നില്ല, 38 അവേഴ്സ് പെർ വീക്ക് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു അവേഴ്സ് അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ ഓവർ ടൈമും കാര്യങ്ങളും നിങ്ങൾ ഫിറ്റ് ആൻഡ് വെല്ലായിട്ട് കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എത്രയാന്ന് കൂട്ടി അതിന്റെ ആവറേജ് എടുത്തിട്ട് അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വീക്ക്ലി പേയ്മെന്റ് ഫോർട്ട് നൈറ്റ്ലി നിങ്ങൾക്ക് കയറുന്നത്. അത് ഈ നമ്മളുടെ ക്ലെയിം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി, അതായത് ആ ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ടല്ലോ, അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സംഭവങ്ങളെല്ലാം അയച്ചു തരും. പിന്നെ ഇതിനുള്ള കുറെ പേപ്പർ വർക്കും കാര്യങ്ങളും അതെല്ലാം അവർ നമ്മുടെ അടുത്ത് ചോദിക്കും, നമ്മുടെ കൺസെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യും. അതിനോടൊപ്പം തന്നെ പറയേണ്ട കാര്യമാണ് ട്രീറ്റ്മെന്റ്. ഇപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ ആദ്യം തന്നെ ട്രീറ്റ്മെന്റിനാണ് പോകണം. നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം തന്നെ പോകും. അത് കഴിയുമ്പോൾ അവർ പറയും നമ്മുടെ GPനെ കോൺടാക്ട് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ വൺസ് നമ്മളുടെ വർക്കേഴ്സ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ വർക്ക് ഇഞ്ചുറി ക്ലെയിം നമ്മളുടെ അക്സെപ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് GP അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെന്റിനും കൂടെ എലിജിബിൾ ആണ്. കാരണം നമ്മുടെ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് എല്ലാം ഈ ഒരു ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ ഉറപ്പാക്കണം കേട്ടോ. ഓരോന്ന് ചെയ്യണതിന് മുന്നേ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കണം. അതായത് ഇപ്പൊ നമുക്ക് പ്രൈവറ്റ് GPനെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ ഫീസൊക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ വൺസ് നമ്മളുടെ ക്ലെയിം അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം റീഇംബേഴ്സ്മെന്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇവർ ക്രെഡിറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് MRI അല്ലെങ്കിൽ CT, ഫിസിയോതെറാപ്പി, മറ്റ് സ്പെഷ്യലിസ്റ്റിന്റെ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾക്ക്
ബാക്കപ്പ് ആയിട്ട് ഇവരുടെ സപ്പോർട്ട് ഉണ്ടാവും. അതായത് ഇവര് നമുക്ക് ആ പേയ്മെന്റ് മുഴുവനും ഇവർ ചെയ്യും. നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മുടക്കി ചെയ്യേണ്ട വരത്തില്ല, ഈവൻ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോയിട്ടുണ്ടെങ്കിലും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വർക്ക് ഇഞ്ചുറി ക്ലെയിം എടുക്കുന്ന ഡോക്ടേഴ്സ് വേറെയുണ്ട്. സ്പെഷ്യലി അവര് വർക്ക് ഇഞ്ചുറിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ GP-നെ എടുക്കുമ്പോഴും മറ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കാണാനായിട്ട് പോകുമ്പോഴും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ബാക്ക് പെയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോനോ അല്ലെങ്കിൽ ന്യൂറോ സർജറി അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റീനെയൊക്കെ കാണാൻ പോകുമ്പോഴും നമുക്ക് വർക്ക് ഇഞ്ചുറി സ്പെഷ്യലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എല്ലാ ഡോക്ടേഴ്സും വർക്ക് ഇഞ്ചുറി എടുക്കാറില്ല. അപ്പൊ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോയിട്ടില്ലെങ്കിലും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള നമ്മളുടെ ഓവർ ടൈമിന്റെ പൈസയോ അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ വീക്കെൻഡ് നൈറ്റ് അതൊക്കെ ചെയ്യണ ആ ഒരു അലവൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ലെങ്കിലും അത്യാവശ്യം നമ്മളുടെ റെന്റ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം നമുക്ക് കഞ്ഞി കുടിച്ച് പോകാനുള്ള വകയൊക്കെ ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിം ആക്സെപ്റ്റ് ആവുന്നതോടുകൂടി കിട്ടേണ്ടതാണ്. അപ്പം അത് കിട്ടാതെ റിജക്റ്റ് ആവുന്നതിന്റെ മെയിൻ, പിന്നെ ഇവര് വെറുതെ ഒന്നും തരില്ല കേട്ടോ. നന്നായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തിട്ട്, അതായത് ഇത് നമ്മൾ പറയണ എല്ലാം സത്യമാണെന്നൊക്കെ തെളിഞ്ഞതിന്റെ ശേഷം മാത്രമാണ് നമുക്ക് ഇതൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളുടെ പാർട്ട് നമ്മൾ ചെയ്തു വെക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നഴ്സസ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾക്ക് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഓരോ നഴ്സസ് യൂണിയനും. അപ്പൊ ഞാൻ നേരത്തെ UK-നെ സംബന്ധിച്ചിട്ടൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിയൻ മെമ്പർഷിപ്പ് എടുക്കുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പൊ അതേപോലെ നമ്മൾ ഇവിടെ വരുന്ന വഴി തന്നെ നമ്മളൊരു മെമ്പർഷിപ്പ് എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര, നമ്മൾ ആ ഒരു മന്ത്ലി നമ്മുടെ പൈസ പോകുന്നത് നമ്മൾ കണക്ക് കൂട്ടണ്ടെന്ന് തന്നെ പറയണം. കാരണം നമുക്ക് എപ്പോഴാണ് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആവശ്യം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതുപോലുള്ള ലീഗൽ ഫൈറ്റിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവരുടെയും കൂടി ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു നഴ്സസ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുക. അത് നിങ്ങളുടെ ലോക്കൽ ഏരിയയിൽ ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ആരാണോ ഏത് യൂണിയൻ ആണോ ആക്റ്റീവ് ആയിട്ടുള്ളത് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ മെമ്പർഷിപ്പ് എടുക്കുക. യൂഷ്വലി അവർ നമ്മളുടെ ഓറിയന്റേഷൻ പീരീഡിൽ തന്നെ അവർ വന്നിട്ട് നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അവരുടെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതെന്ന് മന്ത്ലി കോസ്റ്റും കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ഒരു മെമ്പർഷിപ്പ് എടുത്തു വെക്കുക. പിന്നെ നമ്മൾ വർക്കേഴ്സ് കോമ്പൻസേഷനിൽ നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് നമ്മുടെ സൂപ്പർ ആനുവേഷൻ ആ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് കേട്ടോ ഞാൻ കേട്ടേക്കുന്നത്. അതായത് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമ്മുടെ പെൻഷൻ പാർട്ടിലേക്ക് ഒരു എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുമല്ലോ എല്ലാ എല്ലാ സാലറിന്നും എടുത്തിട്ട്. അപ്പൊ നമ്മൾ വർക്ക് ഇഞ്ചുറിയിൽ വർക്കേഴ്സ് കോമ്പൻസേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സൂപ്പർ ആനുവേഷൻ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല, പകരം നമുക്ക് സാലറി ആയിട്ട് കിട്ടും. അത് പിന്നെ വലിയൊരു പ്രശ്നമാവില്ലായിരിക്കും. നമുക്ക് ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ റിട്ടേൺ ടു വർക്ക് കയറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എല്ലാ കാര്യങ്ങളും പഴയ പോലെ ആകും. പക്ഷെ നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമുള്ള സമയത്ത് ടെൻഷൻ ഇല്ലാണ്ട് സാലറിയോട് കൂടിയിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഈ ഒരു പോസ്റ്റിൽ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇൻകം പ്രൊട്ടക്ഷൻ ഉറപ്പായിട്ടും കൂട്ടിയിടുക. നമുക്കുള്ളത് എപ്പോഴും ബേസിക് റേറ്റ് ആയിരിക്കും, കൂട്ടിയിടേണ്ടത് നമ്മളാണ്. ഈ ഒരു സംഭവം ഇതെനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഇൻഷുറൻസ് വെച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല. അപ്പൊ അതിനെപ്പറ്റി അറിയാവുന്നവർ ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ വർക്കേഴ്സ് കോമ്പൻസേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും അവര് നമുക്ക് തരാണ്ടിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പൊ നമുക്ക് അതിന് വർക്ക് ഇഞ്ചുറിയുടെ അതിന്റെ ലോയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നമുക്ക് ആ വഴിക്ക് പോവാം. നമ്മളുടെ റൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. നമ്മൾ കിട്ടണവരെ ഫൈറ്റ് ചെയ്യാന്നാണ്. കാരണം നമ്മൾ ജെന്യുവിൻ ആണ്, നമുക്ക് സംഭവിച്ച കാര്യം സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് കിട്ടാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പൊ അത് കിട്ടില്ല അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിക്കരുത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക. അതിനുള്ള സോഴ്സ് അറിയാവുന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് കണ്ടുപിടിക്കാം. പിന്നെ ഈ പോസ്റ്റിൽ ഒരു വാൽക്കഷ്ണം പറഞ്ഞിട്ടുണ്ട്, UK ആയിട്ട് കമ്പയർ ചെയ്യരുത് എന്നുള്ളത്. അതായത് UK-യിൽ ഇപ്പൊ നമുക്കൊരു സ്കാനിങ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ഒരു MRI അല്ലെങ്കിൽ ഒരു CT ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരുങ്ങിയത് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഈ പ്രൈവറ്റ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് മെഡിക്കെയർ കാർഡും കൂടെ ഉണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്ത് കിട്ടും. അപ്പം അത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 2.5 വർഷമായിട്ട് ആളുടെ അളിയൻ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് MRI CT അൾട്രാസൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടും. കാരണം പ്രൈവറ്റിൽ നമുക്ക് പോകാനുള്ള ഈസിലി ആക്സസിബിൾ ആണ്. ഇവിടെ ഒരുപാട് അങ്ങനത്തെ സ്കാനിങ് സെന്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് മെഡിക്കൽ അസിസ്റ്റൻസ്. നമുക്ക് ഡോക്ടറെ കാണാനൊക്കെ നമ്മളിപ്പോൾ പ്രൈവറ്റിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കെയർ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാഫ് ഒക്കെ പേയ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് റീഇംബേഴ്സ് കിട്ടുന്ന രീതിയിലുള്ള GP ഉണ്ട്.
ഫുള്ളി ഫ്രീ ആയിട്ടുള്ള GPs ഉണ്ട്. പക്ഷെ മെഡിക്കെയർ വേണം. നമുക്ക് പെർമനന്റ് റെസിഡൻസി ഉള്ളവർക്ക് മാത്രമാണ് അത് ആക്സെപ്റ്റ് മീൻസ് പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ റൂറൽ ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് അവിടെ റെന്റ് ഒക്കെ കുറവായിരിക്കും, അടിപൊളിയായിരിക്കും, സംഭവം തിരക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ മണിക്കൂറുകൾ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വേണം ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ സിറ്റികളിലൊക്കെ എത്താനായിട്ട്. അതൊരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ഞാൻ കുറേ ദിവസമായിട്ട് ഇത് കണ്ട അന്ന് തൊട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നതായിരുന്നു. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് ഇടുക. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഞാൻ കറക്റ്റ് കണക്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ അതിനൊന്നും അത്രയ്ക്കൊന്നും പറയാനുള്ള ഒരു ആളല്ല. പക്ഷെ ഇതിന്നൊരു ജനറൽ ഒരു ഐഡിയ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എത്ര മൈനർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ആയിക്കോട്ടെ, അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് മടിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾ ഇന്നലെ ജോയിൻ ചെയ്തേ ഉള്ളൂ, ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയെന്നുണ്ടെങ്കിലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോണതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതുപോലെ ഒരു പ്രശ്നത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും അത് റിപ്പോർട്ട് ചെയ്യുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.